ഹലോ മുത്തുമണികളെ, മണി എത്ര ആയി എന്ന് കണ്ടോ? 12:30. ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നറിയാമോ? എനിക്ക് വർക്കുണ്ട്. ഇപ്പോൾ പാതിരാത്രികളിലൊക്കെ ഇരുന്നിട്ട് ആണ് ഞാൻ തയ്ക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, മക്കളൊക്കെ ഉറങ്ങുന്ന സമയത്തിന് സമാധാനത്തിൽ തയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നേരത്തെ ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തയ്ക്കാൻ കൊണ്ട് തന്നെന്ന് പറഞ്ഞില്ലേ, അവർക്കിത് നാളെ 4 മണിക്ക് വേണം, വൈകുന്നേരം 4 മണിക്ക് വേണം. അപ്പം ഞാൻ നാളെ ഒരു 9 മണിയാകുമ്പോൾ എൻ്റെ ഷോപ്പിൽ പോകും. തിരിച്ച് ഞാൻ വരുമ്പോൾ 4-5 മണിയാകും. പിന്നെ എനിക്ക് വന്നിട്ട് തയ്ക്കാൻ സമയമില്ല. അപ്പോൾ പിന്നെ ഇതെനിക്ക് രാത്രിയിൽ തയ്ച്ച് കൊടുത്തേ മതിയാകും. ഈ തയ്ക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർക്ക് ഉറക്കം വളരെ കുറവായിരിക്കും. കാരണം പറയുന്ന സമയത്ത് നമുക്ക് സാധനം കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പറയുന്ന സമയം കൊടുക്കാൻ വേണ്ടിയിട്ട് രാത്രികളിലൊക്കെ ഇരുന്നിട്ട് തയ്ച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ഇട്ട്, അപ്പോൾ അതിൻ്റെ താഴെ ഫാബി എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയിൽ നിന്ന് എൻ്റെ പിന്നെ ഉറക്കമില്ലേ എന്ന് ചോദിച്ചത് കൊണ്ട് പറയുന്നതാണ്. ഞാൻ ശരിക്കും ഉറങ്ങുമ്പോൾ എനിക്ക് ഉറക്കം കുറവാണ്. കാരണം ഞാൻ അത്രയും കഠിനാധ്വാനം ചെയ്താലേ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. എനിക്ക് ആരോഗ്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഉറക്കമൊഴിഞ്ഞിരുന്ന് വേണമെങ്കിൽ പണിയെടുക്കാനായിട്ട് പറ്റിയേ പറ്റൂ. കാരണം ഇതിലും ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്ത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കുടുംബം പോറ്റിയിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യത്തിനും കുറവുണ്ട്, ഉറക്കമൊഴിയാനായിട്ട് പറ്റൂല, എന്ത് ജോലിയും ചെയ്യാനുള്ള ഒരു ആരോഗ്യ അവസ്ഥ അദ്ദേഹത്തിനില്ല. പക്ഷെ എനിക്ക് ഉണ്ട്. എനിക്ക് അറിയാവുന്ന ജോലി എന്ന് പറയുന്നത് തയ്യലാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ തലങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്ന് എനിക്ക് ഏതെല്ലാം രീതിയിൽ എനിക്ക് തയ്ക്കാനായിട്ട് പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. പിന്നെ നമ്മൾ നന്നായിട്ട് തയ്ച്ച് കൊടുക്കുമ്പോൾ നമുക്ക് തയ്യൽ പല രീതിയിൽ പല സ്ഥലത്തു നിന്നും കിട്ടും. അങ്ങനെ എനിക്ക് പല സ്ഥലത്തു നിന്നും തയ്യൽ കിട്ടുന്ന ഒരാളാണ്. എൻ്റെ തയ്യൽ നല്ലതായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ഭാഗ്യം എന്ന് പറയില്ല. ഞാൻ യൂട്യൂബിൽ വന്ന് വളരെ ചുരുങ്ങിയ മാസം കൊണ്ട് എനിക്ക് സാമ്പത്തികം യൂട്യൂബ് വഴി കിട്ടിയ ഒരാളാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്നെ തേടി തയ്യലുകൾ വരാറുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ ഒരു ഭാഗ്യമായിരിക്കാം. പക്ഷെ നമ്മൾ പറഞ്ഞ സമയത്തിന് തന്നെ കൊടുക്കണം, വാക്ക് പാലിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണ്. ഓക്കേ.